നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഏരിയാസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ പറയുന്ന സമയത്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നുമാണ് പറയാൻ പോകുന്നത്. അപ്പം പല ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് പറയുന്നത്. ഈ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും ഏതൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുമാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും ആ ഓർഗനൈസേഷൻ ആ ഒരു വർഷം പ്രവർത്തിച്ചതിന് ശേഷം ആ വർഷത്തിൻ്റെ അവസാനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയണം. അപ്പോൾ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആ വർഷത്തിൻ്റെ അവസാനം ലാഭത്തിലാണോ അതോ നഷ്ടത്തിലാണോ, ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സാമ്പത്തിക നിലവാരം എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ ഒരു വർഷാവസാനം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ലാഭമാണെങ്കിൽ എത്ര, നഷ്ടമാണെങ്കിൽ എത്ര, ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ അക്കൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുക. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ബിസിനസ് കൺസേൺസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് or loss from the business for the accounting year and to ascertain the financial position. ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം അവിടെ ലാഭമാണെങ്കിൽ എത്ര, നഷ്ടമാണെങ്കിൽ എത്ര എന്നറിയാനും ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും പറയുന്ന കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റുമാണ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി പറയാതെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും ബാലൻസ് ഷീറ്റ് എന്നും പറയാൻ കഴിയും. അതിനകത്ത് ആദ്യത്തെയാണ് പറയുന്നത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുക. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതിൻ്റെ ഡെബിറ്റ് സൈഡ് മുഴുവൻ നമ്മൾ എക്സ്പെൻസ് ആണ് എഴുതുന്നത്, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകംസ് ആണ് എഴുതുന്നത്. അപ്പം ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, പിന്നെ പർച്ചേസസിൽ നിന്ന് റിട്ടേൺ കുറച്ച് എഴുതും, ബാക്കിയെല്ലാം എഴുതുന്നത് റിട്ടേൺ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുമ്പോൾ ഫ്രൈറ്റ് ഉണ്ട്, ക്യാരേജ്, കസ്റ്റംസ് ഡ്യൂട്ടി, വേജസ്, ഫാക്ടറി എക്സ്പെൻസസ്, വാട്ടർ, ഫ്യൂവൽ ആൻഡ് ഇലക്ട്രിസിറ്റി, അങ്ങനെയൊക്കെ വരുന്നതെല്ലാം എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിലും ക്ലോസിംഗ് സ്റ്റോക്കും ആണ് എഴുതുന്നത്. സെയിൽസിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ കുറച്ച് എഴുതണം. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടെത്തുന്ന ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതും. അപ്പോൾ ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതിയതിന് ശേഷം ഇതും ഒരു നോമിനൽ അക്കൗണ്ടാണ്. എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്, ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുക. അവിടെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകംസും ആണ് എടുക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് സാലറി, റെൻ്റ് ആൻഡ് റേറ്റ്സ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റിംഗ്, അഡ്വർടൈസിങ്, ഇൻഷുറൻസ്, ഓഡിറ്റ് ഫീ, ടെലഗ്രാം ചാർജസ്, കമ്മീഷൻ,
ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇൻഡയറക്റ്റ് ഇൻകംസ് എന്ന് പറയുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് തുടങ്ങിയ ഇൻകംസ് ആണ് വരുന്നത്. ഇത് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് രണ്ടിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്നതാണ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് അല്ല, പകരം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. ഈ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലൂടെ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഇടതുവശം എന്ന് പറയുന്നത് ലയബിലിറ്റീസ് ആണ്, വലതുവശം എന്ന് പറയുന്നത് അസറ്റ് സൈഡാണ്. അപ്പോൾ ലയബിലിറ്റികളെല്ലാം നമ്മൾ ഇടത് സൈഡിൽ എഴുതും, അസറ്റുകളെല്ലാം എടുത്ത് വലത് സൈഡിലും എഴുതും. ആ ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലിയായി വരണം, എങ്കിലേ നമുക്ക് ആ പ്രോബ്ലം ശരിയായി എന്ന് പറയുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ശരിയായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇവയാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ കഴിയുക. അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ട്സിൽ എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താം എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് പോലെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ ചെയ്യാം. ഓക്കെ.